ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പുട്ടു മസാലയാണ്. അതിനോടൊപ്പം ഒരു ചെമ്മീൻ ഫ്രൈ സൈഡ് ഡിഷായിട്ട്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് ഇവിടെയുള്ള കറുപ്പെല്ലാം മാറ്റി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കൊഞ്ചിനുള്ള മസാല തയ്യാറാക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കോൺഫ്ലവർ 1 സ്പൂൺ, 1 സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് വരും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. 3 പച്ചമുളക് അരിഞ്ഞത്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കസൂരി മെത്തി, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ലേശം വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ പാൻ ചൂടായി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ കുറച്ച് വെറൈറ്റി രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. കറിവേപ്പില എണ്ണയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്കിടാം. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ പ്രോൺസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ നിന്നും കറിവേപ്പില എണ്ണ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റിയായ കറിവേപ്പില എണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ 2 വെളുത്തുള്ളി ചതച്ചിടുകയാണ്. തൊലിയോട് കൂടിയാണ് ചതച്ചിട്ടത്. അതിട്ട് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഞാൻ പുട്ടുണ്ടാക്കാനുള്ള മാവ് നനയ്ക്കുകയാണ്. ഇതിപ്പോൾ ഒരു പുട്ടിനുള്ളതാണ്. ഞാൻ 2 തവി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിക്കാവൂ. ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി സവാള കട്ട് ചെയ്ത് ചേർക്കാം. നമുക്കിതിന്ന് പകുതി പുട്ടിലേക്കുള്ള മസാലയ്ക്കും പകുതി സൈഡ് ഡിഷായിട്ടും എടുക്കാം. പിന്നെ പുട്ടിനുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ സവാള അരിഞ്ഞതും കൂടി ഇടാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാണ്. അതിനൊരല്പം മുളക് പൊടി, ലേശം ഉപ്പ്, കുറച്ച് ഗരം മസാല, നമ്മൾ കുരുമുളക് പൊടി, അല്പം തേങ്ങാപ്പാലും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് ഇടാം. അപ്പം വെള്ളം കൂടി ചേർക്കാണ്. നമുക്ക് പുട്ടുണ്ടാക്കാം. തേങ്ങ ഇട്ടു, ലേശം മാവ്, കൊഞ്ച് മസാല, ഇനി കുറച്ചുകൂടി മാവ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇടാം. ഒരുപാട് അമർത്തി ഇടരുത്, എങ്കിൽ ഉള്ളു വേവൂല. മുകളിലൊരൽപ്പം തേങ്ങ കൂടെ നമുക്കിടാം.
ആവി വന്ന് തുടങ്ങി. നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. എങ്കിലേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ ഞാൻ ഒരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത് വരുന്നതാണ്. അതുവരെയും ബൈ.